ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഹബ ഹെൽത്ത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ പോകുന്നത് ഫോഗ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലത്തെ കാഴ്ചകളാണിത്. ഇവരൊക്കെ അവിടേക്കുള്ളതാണ് കേട്ടോ. ഫോഗാണ്, നല്ല ഫോഗാണ്, തണുപ്പുണ്ട്. അവിടെ റോപ്പ് പോയത് ആ ഉണ്ട്. തണുപ്പ് കൂടുന്നുണ്ട്, മഞ്ഞും വരുന്നുണ്ട്. ഈദ് വെക്കേഷൻ ആയിക്കൊണ്ട് ഇവിടെ നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ. രാവിലെ തന്നെ സുബഹി ടൈമിൽ തന്നെ ഇവിടെ നല്ലോണം ആൾക്കാരുണ്ടായിന്. അടിപൊളി ക്ലൈമറ്റും നല്ല വ്യൂ ആട്ടോ. വരുന്നുണ്ട്. പോയി അടിപൊളിയാ സ്ഥലം. അടിപൊളിയാട്ടോ സൺറൈസ്. ഇഷ്ടം പോലെ മങ്കികളാട്ടോ ഇവിടെ. നല്ലോണം ഫോഗ് ഇപ്പം കൂടി വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നല്ല തണുപ്പ് കേട്ടോ, സൂപ്പർ തണുപ്പ്. അടിപൊളിയായിട്ട് നിറച്ചുണ്ട് പൂക്കൾ. ഇതിനൊരു സാധനമില്ല, പൊട്ടിക്കുന്നേറ്റാലുണ്ടാവൂലേ പിലാവ് ഗൈസ്. ഈ വീട്ടുമുറ്റത്ത് പിലാവ്. പൂരിയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. പൂരിക്ക് ബാജിക്കറി, ചട്നി, റെഡ് ചട്നി, അതാണ് കേട്ടോ ഉള്ളത്. വട ഉണ്ട്, പിന്നെ ഗീ റോസ്റ്റ്, മസാല ദോശ, അതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. മസാല ദോശ, ഇവിടെ മസാല ദോശ, പാരാഗ്ലൈഡിങ്. ഇതല്ലേ ഇതല്ല, ഒരു മലന്റെ മുകളിലാണ്. ഊട്ടിയിലൊക്കെ പോയ ഒരു ഫീലായിന് കേട്ടോ ഇവിടെ വന്നേരം. ചെറിയ ചെറിയ വീടുകൾക്ക് തന്നെ പല പല കളറുകൾ അങ്ങനെയൊക്കെ ആയിന് കേട്ടോ. ഞങ്ങളിപ്പോൾ സ്ട്രോബെറി ഫാമിലേക്കാണ് പോകുന്നത്. റോഡ് സൈഡിലൊക്കെ കുറേ പീച്ചിൻ്റെ മരങ്ങൾ, അതിൽ നിറച്ചും പീച്ചിട്ടാകുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടായിരിക്കും, നല്ല വെതറല്ലേ. പിന്നെ മാവും ഇഷ്ടം പോലെ ഉണ്ട്. നെൽപ്പാടല്ലേ, ഗോതമ്പ്. ഗോതമ്പ് പാടുണ്ട്. പിന്നെ അപ്പുറത്ത് ക്യാരറ്റ് ഉണ്ടോ.
സ്ട്രോബെറി ഫാമിലെത്തിട്ടോ. ഇവിടെ സ്ട്രോബെറി നമുക്ക് ഗ്ലാസ്സിൽ ഇങ്ങനെ അവർ ചോക്ലേറ്റൊക്കെ ആക്കി ഞാൻ തരും കേട്ടോ. അതിന് ഒരു ഗ്ലാസ്സിന് 20 റിയാൽ എന്തോ വരുന്നത് കേട്ടോ. അവിടുന്ന് അവിടെ ആ ലൈന് ടിക്കറ്റ് എടുത്തിട്ട് ബില്ല് ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് വാങ്ങണം. അവർ അവിടുന്ന് തരും. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റൊക്കെ കാണാനുണ്ട്. അതേപോലെ വെയിറ്റ് ചെയ്യും. ഹണി കോട്ടേജിലേക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ ഈ സ്ട്രോബെറി ഫാം. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഹണി കോട്ടേജിലേക്ക് പോകുന്നത്. കേരള വൈബ, തമിഴ്നാട് വൈബ. ചെറിയൊരു അങ്ങാടി കേട്ടോ. ചുരമൊക്കെ കയറി ഇവിടെ എത്തിയാലും നിസ്കാരത്തിനും ഫുഡും അതിലുള്ള ചെറിയൊരു നിസ്കാരത്തിനല്ല പള്ളി. ഹണി കോട്ടേജിലേക്കൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ ഇത്. ഭയങ്കര ഡേഞ്ചർ അടിച്ച റോഡ് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ഡേഞ്ചറുള്ള റോഡില്ല. അത്രയും സ്പീഡിലാണ് വണ്ടി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു. വലിയ ഈ കൊല്ലിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുക. വൈഡാക്കണ്ടാന്നോ ഇത് ചുര ഇറങ്ങുക മക്കളെ. നോക്കി ഭയങ്കര സ്പീഡിലാണ് വണ്ടി കയറി വരുന്നു ഇറങ്ങി വരുന്നു. താഴോട്ട് ഇങ്ങനെയുള്ള ഇറക്കങ്ങൾ തന്നെ കേട്ടോ. പിന്നെ താഴോട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ആയിക്കുന്നത്. അത്രയ്ക്കും വണ്ടിയും അതിന് റഷും അതിന്. നമ്മൾ ഫസ്റ്റ് പോയത് റിജാൽ അൽമാലിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ അതിന് ശേഷമാണ് ഹണി കോട്ടേജിലേക്ക് പോയി. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും രാത്രിയായി. രാത്രി വ്യൂ ആണിത്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. ഇത് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഇതൊക്കെ കല്ലുകൊണ്ടാണ് ഇത് പണിഞ്ഞത് കേട്ടോ. അടിപൊളിയാണ് കാണാൻ കേട്ടോ. ഉള്ളിലും അതേപോലെ നല്ല തണുപ്പുമാണ്. നല്ല വെതറും ആയതുകൊണ്ട് ഇവിടെ ചുറ്റുപാടും കാണാനൊക്കെ ഉണ്ട്. പകൽ വരുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഹണി കോട്ടേജിലേക്കാണ് കേട്ടോ പോയത്. ഇവിടെ പല തരം ഹണികളുണ്ട് കേട്ടോ. പിന്നെ ഹണി ബീ ഉണ്ട്. അതൊക്കെ ഇവർ നമുക്ക് കാണിച്ചു തരും കേട്ടോ. ഈ ബോട്ടിലാക്കി വെച്ചതൊക്കെ നമുക്ക് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ അപ്പുറം പോയി ഞാൻ വാങ്ങട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി തേനീച്ചകളുണ്ട് കേട്ടോ. അതൊക്കെ തേനീച്ചകളാണ് കേട്ടോ. അതൊക്കെ ഓരോരോ കൂട്ടിലും തേനീച്ചകളുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഹണി കോട്ടേജിൻ്റെ പുറത്തെ കാഴ്ചകൾ. ഇവിടെ ഹബഹയിൽ വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യട്ടോ ഇവിടൊക്കെ. ഗായ്സ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. രാത്രിയത്തെ ഫുഡാണ് മീൻ പൊള്ളിച്ച്. അബഹേന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റിയാദിലേക്ക് യാത്ര തിരിച്ചിട്ടോ. അവിടുന്ന് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. നേരം വെളുക്കുന്നുണ്ട്. രാത്രിയാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. രാവിലെ ആയാലും ഒട്ടകങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കാണാം കേട്ടോ. ആടുകൾ, ഒട്ടകങ്ങളൊക്കെ. ഞങ്ങൾ റിയാദിലെത്തുന്ന നേരം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഇതാ റിയാദിലെത്താനായി. അബഹ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.